നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. രാഷ്ട്രീയവും സാംസ്കാരികവും പാരിസ്ഥിതികവും സാമൂഹ്യവുമായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും UDF ആണോ LDF ആണോ എന്നൊരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. കാരണം ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF അങ്ങനെയാണ്. പക്ഷേ BJP വരുമോ എന്നുള്ളത് ഒരു കൗതുകമുള്ള വാർത്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് BJP കോൺസെൻട്രേറ്റ് ചെയ്ത് വാർത്തകൾ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ചാനൽ. പല ആളുകൾ ചോദിക്കുമ്പോൾ ഇത് BJP ചാനലാണോ? അല്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ചെയ്യും, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചെയ്യും. എന്ത് കാണുന്നു, സമൂഹത്തിൽ എന്താണ് ഹോട്ടായിട്ടുള്ള വിഷയം നിൽക്കുന്നത്, അത് അനലൈസ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത. കാരണം 6 മാസം അല്ല, ഒരു 8 മാസമുണ്ട്. ഇപ്പോൾ ആഗസ്റ്റാണ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 9 മാസമുണ്ട്. ചിലപ്പോൾ കയറി ഒരു 6 മാസത്തിന് താഴെയാലാണ് ഉപതെരഞ്ഞെടുപ്പ് ഇല്ലാതിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കാം. അങ്ങനെ പാലക്കാട് വീണ്ടും ചരിത്രം സൃഷ്ടിക്കും. രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് പോകുമെങ്കിൽ ജനങ്ങൾ ഭാഗ്യമുള്ളവരാണ്. വീണ്ടും പൊതുതെരഞ്ഞെടുപ്പും വരും. എന്തൊരു രസമാണ്. പക്ഷേ അത് സാധ്യത കുറവാണ്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ചെയ്യുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഉണ്ടെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ലോഞ്ച് ചെയ്യപ്പെടുമോ? അങ്ങനെ ലോഞ്ച് ചെയ്താൽ അടുത്ത വീണ്ടും വരുന്ന പൊതുതെരഞ്ഞെടുപ്പിനും ശോഭയ്ക്ക് സാധ്യതയുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ മണ്ണ് കാവ്യവൽക്കരിക്കപ്പെടുമോ എന്നുള്ളൊരു ചർച്ച പൊതുമണ്ഡലങ്ങളിലുണ്ട്. അവിടെ കോൺഗ്രസ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആൾറെഡി പ്രതിരോധത്തിലാണ്. അദ്ദേഹം തടങ്കലിലായി കഴിഞ്ഞു, പിന്നെ വീട്ടു തടങ്കലിലായി കഴിഞ്ഞു, രാഷ്ട്രീയ തടങ്കലിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ഷാഫി പറമ്പലിൻ്റെ ആ ഇമേജും അങ്ങ് പോയി. ഒരു ഘട്ടത്തിൽ ഷാഫിയും നമ്മുടെ ഇദ്ദേഹവും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെയൊക്കെ വല്ലാതെ അങ്ങോട്ട് കളിച്ചപ്പോൾ ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ആളുകളെയൊക്കെ വല്ലാതെ തെറി പറഞ്ഞു. കല്യാണിക്കുട്ടിയമ്മയെ തെറി പറഞ്ഞു, എല്ലാവരെയും തെറി പറഞ്ഞു, പിണറായി വിജയനെ തെറി പറഞ്ഞു, വേറൊരു ലൈനിലേക്ക് വളർന്നു. അതിനേക്കാളൊക്കെ പ്രധാനം പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ കച്ചി തൊടിയിച്ചില്ല. അദ്ദേഹത്തിനെ കുറച്ചെങ്കിലും പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടായിരുന്നു. ഒരു പരിപാടിയിലെങ്കിലും പങ്കെടുപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സങ്കടവുമുണ്ട്. അപ്പോൾ എല്ലാ സങ്കടങ്ങളും കൂടി വന്ന് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഈ ബുദ്ധിമുട്ടിൽ ഇതിൻ്റെ എല്ലാം ഫലം കൊയ്യാൻ പോകുന്നത് BJP ആണോ, അതിൽ ശോഭയുടെ സമയം തെളിഞ്ഞോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മണ്ണ്, പാലക്കാടിനൊരു ശോഭാഗന്ധം വരുന്നുണ്ടോ എന്നൊരു ചർച്ചയുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സ്ഥാനാർത്ഥിയായി ജയിച്ച് അസംബ്ലിയിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, വലിയ ഹോട്ടായിട്ട് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലേക്ക് പോകും. അല്ല, ഒരു പൊതുതെരഞ്ഞെടുപ്പിലാണ് നടക്കുന്നതെങ്കിൽ ആ പ്രതിരോധം കുറച്ചൊന്ന് കുറയും. അപ്പോഴും ആരാണ് പാലക്കാടിന് വരാൻ നിൽക്കുന്നത്? അതോ സന്ദീപ് വാര്യരും കൃഷ്ണകുമാറും തമ്മിൽ BJPക്കകത്തൊരു ഗ്രൂപ്പ് പോരുണ്ടായിരുന്നു, ആ ഗ്രൂപ്പ് പോലുള്ള പോരുകൾ വരുമോ? ഇപ്പോൾ ശിവരാജൻ ഒന്ന് തണുത്ത് നിൽക്കുകയാണ്. അവിടുത്തെ വലിയ പ്രധാനപ്പെട്ട BJPയുടെ പ്രധാനപ്പെട്ട ഒരു അംഗം, നേതാവ് അവിടെ തണുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ രൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശോഭയ്ക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പാലക്കാട് ശോഭ കൊണ്ടുപോകുമോ?